ഒന്നുമില്ല. ചേട്ടൻ മദ്യപിക്കാറുണ്ടോ? സഞ്ചരിക്കുന്ന ഒരു കള്ള് ഷാപ്പാണ് ഡോക്ടർ. ഓ, അപ്പൊ അതാ കാര്യം. ഇന്നലെ കുറച്ച് ഓവറായി കാണും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴേ പെയിൻ മാറി. ഗ്യാസിന്റെയാ, വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുന്നില്ല. ഇല്ലേ? ഇല്ല. എന്റെ പൊന്നു ഡോക്ടറെ, ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ. അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം. അറ്റാക്കോ? അതെ. സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന 3 ചേട്ടന്മാരാ. ഡോക്ടർക്ക് അറിയാമല്ലോ. ഇനി വേലയെടുക്കാതെ ജീവിച്ചാ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവുന്നു. ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി. മരണഭയം ഏത് മനുഷ്യനെ മാറ്റും എന്നാണല്ലോ. ശരി, വിളിക്ക്. ഓ, സുഖു, വരവ് കണ്ടിട്ട് മണിയും മരിക്കുമെന്നാ തോന്നുന്നേ. ചേട്ടാ, റിസൾട്ട് കിട്ടിയോടാ? കിട്ടി. ഹൃദയം മാറ്റിവെക്കേണ്ടി വരൂ? എന്തിനാ മാറ്റിവെക്കുന്നേ? പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? നിങ്ങൾ 3 പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു. നീ പേടിക്കണ്ട മണിയാ, മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? ഇത് പകരവും അമ്മച്ച. സൂക്ഷിച്ച്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കായിരുന്നു. വിറക് ഞാൻ ഓർഡർ ചെയ്യാം. ഇരിക്കെ. പതുക്കെ. എന്താ 3 പേർക്കും ജോലി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ? അതെങ്ങനെ, മോഷണം പതിവുണ്ടോ? അത് ഇവനാണ് വീട് നോക്കുന്നത്. നാണുണ്ടോ മിസ്റ്റർ? നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്ന നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും. പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല. അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും. നിങ്ങൾക്കുണ്ടായത് അതാണ്, മെറ്റബോളിക് സിൻഡ്രം. ഇതൊരു രോഗാവസ്ഥയാണ്. ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം, കിഡ്നി ഡാമേജ് ആവാം, അറ്റാക്ക് വന്ന് മരിച്ചു പോവാം. വെള്ളം ഇറക്കാൻ പറ്റാതെ കിടക്കണോ, അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ? ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ. എങ്കിൽ ഇന്നു മുതൽ വ്യായാമം ചെയ്യണം. ശരീരം വയർക്കണം, അധ്വാനിക്കണം. ചെയ്യാൻ ഡോക്ടർ. ശരി, അടുത്ത മാസം 10-ാം തീയതി വന്ന് 3 പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം. ഓ, എന്നാ ഞങ്ങളങ്ങോട്ട്. പതുക്കെ. ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പൊ വരെ. താങ്ക് യു ഡോക്ടർ. ഇതാണ് മെഡിക്കൽ എത്തിക്സ്. ഒരു കുടുംബം രക്ഷപ്പെട്ടു. താങ്ക് യു. വാമനെ, വാമച്ചി, പതുക്കെ. സൂക്ഷിച്ച്. ഇവരെന്തൊരു ഞെരിച്ചു പിടിച്ചുകൊണ്ട് വന്നു? അതാരും ഇല്ലടാ. അമ്മച്ചി, സൂക്ഷിച്ച്. രാവിലെ പോണു. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി എവിടെ പോണു? അമ്മച്ചി ഇറങ്ങിക്കേ. ഫോട്ടോ എടുപ്പിക്കടാ. ഫോട്ടോ എടുപ്പിക്കടാ. എന്റെ അമ്മച്ചി ഇറക്കി വിട്ടില്ലെങ്കിലുണ്ടല്ലോ. അമ്മച്ചി ഞാൻ കൊണ്ടുപോവാ. വയസ്സുകാലത്ത് അമ്മച്ചി കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, അവളങ്ങനെ പലതും പറയും. അമ്മച്ചി പോയ പിന്നെ എനിക്കാരാ? അയ്യോ പാവം, തനിച്ച് താമസിക്കുന്നതല്ലേ, എല്ലാത്തിനും സൗകര്യം. ഹൗസ് ബോട്ടിൽ പോകണ്ടല്ലോ. നിന്നൊക്കെ കാണിച്ചു തരാടി. അളിയാ, അമ്മച്ചി ഇറക്കി വിടളിയാ. അമ്മച്ചി കുറച്ചാലൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടളിയാ. അമ്മച്ചി ഇറങ്ങമ്മച്ചി. മുദ്രപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടിട്ടായിരിക്കും അല്ലേടാ മോനെ അവന്റെ ഒരു സ്നേഹം. 6 ബ്ലോക്കിലുള്ള 3 ഏക്കർ അവിടെ കിടക്കട്ടെ. നിന്റെ അപ്പൻ സമ്പാദിച്ചാല് അത്രയെങ്കിലും നിന്റെ മോന് വേണ്ടടാ. വോട്ടെടുക്ക്. ഇങ്ങനൊരു സന്താനത്തിനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത്. എന്നാ ശരിയളിയാ.